ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി തന്നെയാണോ യഥാർത്ഥ ശത്രു? ഓക്കെ, അവര് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പിന്മാറുമോ? അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ ഇവിടെ കാണിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരു സ്ത്രീ സാന്നിധ്യമാണ്. ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല, ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്ന പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഒരു കുടുംബത്തിനെ മൊത്തത്തിൽ തകർക്കുന്ന പരിപാടി, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു ഡിപ്രഷനിൽ വരെ കൊണ്ടെത്തിക്കുന്ന പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, സ്വന്തം മക്കളിൽ നിന്ന് അമ്മയെ അകറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം മക്കളിൽ നിന്ന് അച്ഛനെ അകറ്റുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു ഇത് ചെയ്യുന്നതായിട്ടും ചെയ്തതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം മൊത്തത്തിലുള്ള ദുരിതങ്ങൾ ഈ വ്യക്തിനെ കൊണ്ട് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾ അനുഭവിച്ചു കഴിഞ്ഞു, കുറെ ആളുകൾ ഇപ്പോഴും സ്റ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇതിന് ഇപ്പൊ ഈ ശത്രു സാന്നിധ്യത്തിന് നല്ല രീതിക്ക് ഒരുപാട് കൂട്ടാളികളും ഉണ്ട്. പല കാര്യങ്ങൾ ചെയ്യാനും ചെയ്തു കൊടുക്കാനും പ്രവർത്തിക്കാനും, അത് ഏത് രീതിയിലുള്ള തിന്മ പ്രവർത്തികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള പ്രവൃത്തികളാണെന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാനും പ്രവർത്തിപ്പിക്കാനും ഒരുപാട് ആളുകൾ ഉള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തോട്ട് കാണിക്കുന്നു. കാരണം ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇത്തിരി ഇവരെക്കാളും മികച്ച ആളുകളായിരിക്കും. അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് രീതിയിൽ നിങ്ങൾ ഇവരെക്കാളും മികച്ച ആളുകളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെക്കാളും എന്തെങ്കിലും രീതിയിൽ നല്ല നല്ല കഴിവുകളുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. കാരണം അതെല്ലാം നിങ്ങളുടെ തോൽവി കാണാൻ ആഗ്രഹിച്ച് നിൽക്കുവാണ്. ആ നിങ്ങളുടെ തോൽവിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു, അതിനുവേണ്ടി എന്ത് നികൃഷ്ട പ്രവൃത്തികൾ വരെ ചെയ്യാൻ മടിക്കാത്ത ഒരു ആള്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ. കാരണം നല്ല രീതിക്ക് ഈ ആളെ കൊണ്ട് നല്ല രീതിക്ക് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നേരിട്ടറിയാവുന്ന വ്യക്തിയായിരിക്കാം ഇത്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ മീഡിയേറ്റർ വഴി നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തി വിവരങ്ങൾ ഈ ആൾക്ക് കിട്ടുന്നുണ്ടാകാം. കാരണം ഇങ്ങനെ നമ്മൾ ഒരാൾക്കെതിരെ പല പരിപാടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞ് പല രീതിയിലും പല വിധത്തിലും ചെയ്തു വെച്ചിരിക്കുകയാണ്.
ബ്ലാക്ക് മാജിക് എനർജി ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്ക് ആയിട്ടുള്ള പരിപാടികൾ വരും, ഒരുപാട് ബ്ലോക്കേജസ് വരും ചില ആളുകൾക്ക് എന്തെന്നാണ് മനസ്സമാധാനം തന്നെ നഷ്ടപ്പെട്ട, കുടുംബം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരിപാടികൾ വന്നിട്ടുണ്ട്. മക്കളെക്കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങൾ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒരു സഹായിക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സഹായം കിട്ടണ്ട, നിങ്ങൾക്ക് താങ്ങാകണ്ട, തണലാകണ്ട, നിങ്ങളെ സംരക്ഷിക്കുന്ന കൈകളിൽ നിന്ന്, സംരക്ഷിക്കേണ്ട കൈകളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം നിങ്ങൾ ഇവരുടെ അടിമയാകാനാണ് ഇവർക്ക് എപ്പോഴും താല്പര്യം. പുറം ലോകമൊന്നും കാണാതെ ആ ഒരു മൂലക്ക് ഇങ്ങനെ ഇരുന്ന് ഒരു അടിമ ജീവിതം നയിക്കാനാണ് ഇവർക്ക് താല്പര്യം. അതെന്തോ സൈക്കോയായിട്ടുള്ള ആളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ കുശുമ്പൊക്കെ കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. സൈക്കോ ജന്മമാണ് അതൊക്കെ. കാരണം ഇവരെന്ത് പറയുന്നു, ഇവര് ചിലപ്പോ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആയിരിക്കാം. അതെല്ലാം നിങ്ങൾ തലയാട്ടി എല്ലാത്തിനും യെസ് 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 വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ഒരു അടിമേനെ പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരും ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളും എന്താ പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, മറ്റുള്ളവരോടൊക്കെ നിങ്ങളെപ്പറ്റി ഇല്ലാത്ത പരിപാടികളൊക്കെ പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടിലാക്കുക. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ പുതിയൊരു ജീവിതം എപ്പോഴും തുടങ്ങാൻ ആഗ്രഹിക്കും. പക്ഷെ അതിനെല്ലാം തടസ്സമായിട്ട് നിൽക്കുന്നത് ഇവരുടേതായിട്ടുള്ള ഓരോ പ്രവൃത്തികളാണ്. മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടലുകളൊക്കെ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവര് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പല കാര്യങ്ങളും, നിങ്ങൾ നിസ്സഹായമായിട്ട് നിൽക്കേണ്ട പല അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു മരവിച്ച് നിൽക്കുന്ന പല സിറ്റുവേഷൻസും നിങ്ങളുടെ ഈ ശത്രു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു വീക്ക് പോയിന്റ് പോലെ എടുത്തിരിക്കുകയാണ്. അതൊരു ബലഹീനത, നിങ്ങളുടെ ബലഹീനതയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് എന്തോ വലിയ കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ എടുത്തു വെച്ച് അത് അവസരങ്ങൾ മുതലെടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. യഥാവിധിയായിട്ടുള്ള പല പരിപാടികളും, അതായത് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിനോ നിങ്ങൾക്കെതിരെ പല കാര്യങ്ങൾ ചെയ്തതിനോ നിങ്ങൾ യഥാവിധിയായിട്ടുള്ള പ്രതിവിധികളോ പരിഹാരങ്ങളോ ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാത്ത കൊണ്ടാണ് ഇങ്ങനെ ഇത്രത്തോളം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. കാരണം നിങ്ങൾ ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഇന്ന ആളാണ്,
ഇന്ന ആളുകളാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ അറിയാം. പക്ഷെ ഓക്കെ, അതായത് നിങ്ങളുടെ ശത്രുവിന്റെ അത്രയും നിങ്ങൾ തരം താഴാൻ എന്തായാലും റെഡിയല്ല. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. അതെന്തായാലും നല്ല കാര്യമാണ്. കാരണം നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞാൽ എത്രത്തോളം തരം താഴ്ന്ന് പല പരിപാടികൾ ഒപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ന്ന് പല പരിപാടികളും ഒപ്പിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് ചെയ്യേണ്ടത്, ഇതിന് ഞാൻ എന്ത് പരിപാടികളാണ് മുന്നോട്ട് വെക്കേണ്ടത്, എന്തിൽ കൂടി പോയാലാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇവർക്ക് തന്നെ തിരിച്ചടി കിട്ടുമോ, ഇവർക്ക് തന്നെ എപ്പോഴാണ് ഇതിന്റെ തിരിച്ചടികൾ കിട്ടണത്, അങ്ങനെയൊക്കെയുള്ള ആലോചന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ വരെ ചില സമയത്ത് ഈ ശത്രുവിനെതിരായിട്ട് ചിലപ്പോൾ നിങ്ങൾ സംസാരിച്ചാലൊന്നും അതൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും കൈ മലർത്തി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് മാത്രം അനുഭവിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഇതില് അവർ ചെയ്തതിനൊത്ത പരിഹാരങ്ങളല്ല നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത്. ചില ആളുകൾ പരിഹാരമേ ചെയ്തിട്ടില്ല. ചില ആളുകൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ തൊട്ടും തൊടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിലും ഇവർ പിന്നെയും ഇതിനെ എന്താ പറയാ, ഒരു സൈക്കിള് പോലെ പിന്നെയും ചവിട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് എടുത്ത് വെക്കുക. അല്ലാതെ ഇത് പിന്മാറുന്ന ഒരു പരിപാടി ഇല്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിക്കോഷൻ എടുക്കാതെ ഇതിന് ഒരു പിന്മാറ്റം ഉണ്ടാവില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ തോൽവിയോടുകൂടി നിങ്ങളുടെ ഒരു നരകജീവിതം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയുമാണ്. കാരണം പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ഒരു ജോലിയുടെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ, എല്ലാത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് എടുത്ത് ഈ വ്യക്തിയുടെ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ അടുത്തുനിന്ന് ഒരു അകലം പാലിച്ച് നിൽക്കുക. അകലം പാലിക്കാൻ ചില ആളുകൾക്ക് പറ്റില്ല. ചില ആളുകൾ വീട്ടിൽ തന്നെയുള്ള ആളുകൾ തന്നെയാണ്. എന്നാലും ഒന്ന് അകലം പാലിച്ച് നിൽക്കുക. കാരണം മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കേണ്ട സാഹചര്യം ഉണ്ടല്ലോ. കാരണം നമ്മൾ ഒരുപാട് ഇവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. തർക്കിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നിങ്ങൾക്കെതിരെ വേറെ പരിപാടികളൊക്കെ അണ്ടർഗ്രൗണ്ട് വഴി ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ ഇത്തിരി സ്മാർട്ട് വർക്കും കൂടി ചെയ്യുക. ആലോചിക്കുക, ചിന്തിച്ചൊന്ന് പ്രവർത്തിക്കുക. എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്രിക്കോഷൻസ്, പ്രോപ്പർ ആയിട്ടുള്ള പരിഹാരങ്ങളും ചെയ്യുക. അല്ലാതെ ഇതിൽ രക്ഷയില്ല. പിന്നെ ഈ പറയുന്നത് പോലെ എത്ര ഇങ്ങനെയൊക്കെ ഒരാളുടെ തൊഴിലിനെ മുട്ടിക്കുന്നത്, ഒരാളുടെ കുടുംബജീവിതത്തിനെ തകർക്കുന്നത്, മക്കളെ ബുദ്ധിമുട്ടിക്കുന്നത്, ഒരാളുടെ അന്നത്തിന് തടസ്സം ഉണ്ടാക്കുന്നത്, ഒരാളുടെ കണ്ണുനീരിന് കാരണക്കാരാകുന്നത്, ഒരാളുടെ എന്താ പറയാ മൊത്തം ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ആരാണോ ചെയ്യുന്നത്, വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ എല്ലാം തിരിച്ചടിച്ച് അത് നമ്മളുടെ മുന്നിൽ നമ്മൾ എന്തായാലും അത് കണ്ടേ പറ്റൂ. അത് പ്രകൃതി നിയമമാണ്. എത്ര ഉയരത്തിൽ പറക്കുന്ന പരുന്താണെന്നുണ്ടെങ്കിലും ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ താഴത്തോട്ട് ഇറങ്ങണം. അത് പ്രകൃതി നിയമമാണ്. അല്ലാതെ വേറെ രക്ഷയില്ല. ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാം. കാരണം ഇത് ഒരുപാട് ചെറിയ ചെറിയ ദ്രോഹങ്ങളൊന്നും അല്ല, കൊടിയ ദ്രോഹങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയാം, നിങ്ങൾ കെയർ ചെയ്യാനും നിങ്ങൾ മിടുക്കരാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കാനും തയ്യാറായിട്ടുള്ള ആളുകളാണ്. പക്ഷെ വേറൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കാണിച്ചിട്ടും ആനേനെ കാണിച്ചിട്ട് ഇത് ചക്കയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ വരും.
അതിപ്പം നിങ്ങളെല്ലാവരും സമ്മതിക്കൂല. പിന്നെ അടിമയായിട്ടുള്ള ജീവിതം ആരും ആഗ്രഹിക്കുകയില്ല. ഒരു മൂലക്കായിട്ടുള്ള ഒരു ജീവിതം, അല്ലാന്നുണ്ടെങ്കിൽ 24 hour നിങ്ങളുടെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പൈസ പിടുങ്ങിക്കൊണ്ടുള്ള ജീവിതം, പൈസ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം, അതൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തൊന്നുമില്ല. അതൊന്നും ആരും സമ്മതിക്കില്ല. അപ്പൊ അതൊക്കെ സമ്മതിക്കാതിരിക്കുമ്പോഴും ഒരടിമയെ പോലെ നിൽക്കാതിരിക്കുമ്പോഴൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. അതൊക്കെ ആരാ സമ്മതിക്കുന്നത്? അതൊന്നും നിങ്ങൾ മാത്രമല്ല, ഈ ലോകത്ത് ഒരാളും സമ്മതിക്കത്തില്ല. ഈ ആളെ കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കേണ്ട സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊന്നും ഒരാളെയും ഒരു വ്യക്തിനെയും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ദുഷ്ട മനസ്സുകളായിട്ടുള്ള ആളുകളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ചില റീഡിങ് നോക്കുമ്പോഴേ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാവും, മനസ്സിന് ഭയങ്കര വിഷമം തോന്നും, ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതെല്ലാം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ അറിയാതെ ഞാൻ എന്ത് പരിഹാരം പറയും? ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ അറിയാതെ ഞാൻ എങ്ങനെ പരിഹാരം പറയും? നമ്മളൊരു പരിഹാരം പറയുമ്പോൾ അത് 100% പെർഫെക്റ്റ് ആയിരിക്കണ്ടേ. അല്ലാതെ അവിടെ തൊടാതെ ഇവിടെ തൊടാതെ വെറുതെ ജനറൽ റീഡിങ്ങിനെ ആസ്പദമാക്കി നമുക്ക് പരിഹാരം പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.